നമസ്കാരം. സൂപ്പർ സോക്കർ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കളിയുടെ വിശകലനങ്ങളുമായി എന്നോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് ശ്രീനാഥാണ്. സ്വാഗതം ശ്രീനാഥ്. ശ്രീനാഥ്, 4 സമനില മത്സരം, തീർച്ചയായും അങ്ങനെ 5 ദിവസം പിന്നിടുന്നു ലോകകപ്പ് ആരംഭിച്ചിട്ട്. ഈ 5 ദിവസം പിന്നിടുമ്പോൾ ഒരു സമനിലകളുടെ ശരിക്കും ഒരു കൂമ്പാരം തന്നെ. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയ പ്രധാന കാരണം ഈ ലോകകപ്പ് ഗോൾ കീപ്പർമാരുടെ ലോകകപ്പായി മാറുമോ? സാധാരണ നമ്മളെല്ലാം പറയും യങ് ജനറേഷൻ, അല്ലെങ്കിൽ സ്ട്രൈക്കർമാർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫുട്ബോളിലെ ദൈവങ്ങൾ എന്നൊക്കെ പറയും പോലെ ഇത്തവണ കൈകൾ കൊണ്ട് മാസ്ബര വിദ്യ കാട്ടുന്ന കുറേ ഗോൾ കീപ്പർമാർ ഇതിനകം കണ്ടു കഴിഞ്ഞു. നമുക്ക് ഓരോന്നായിട്ട് പോവാം. 4 മത്സരങ്ങളുണ്ട്. 4 സമനില മത്സരങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. അതിലാദ്യം നമ്മളൊക്കെ കൊട്ടിഘോഷിച്ച് ഒരുപക്ഷെ ഈ 2026 ഫിഫ ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് എത്താൻ സാധിക്കും, അല്ലെങ്കിൽ എത്താനൊരു സാധ്യതയുണ്ട് എന്ന് പലരും പ്രവചിക്കുന്ന സ്പെയിനിൻ്റെ മത്സരമായിരുന്നു ഒന്നാമതായി നമ്മൾ വിശകലനം ചെയ്യുന്ന മത്സരം. വളരെ പ്രതീക്ഷയോടുകൂടി വന്ന സ്പെയിൻ ഈ സ്പാനിഷ് പടയെ ശരിക്കും അവർ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു കളഞ്ഞു, അല്ലേ? നവാഗതരായ അല്ലെങ്കിൽ കുഞ്ഞന്മാരായ കേപ്പ് വെർദെ. ഒന്നാമതായി മുഴുവൻ മാർഗം കേപ്പ് വെർദയുടെ ഗോൾ കീപ്പറിന് നൽകുന്നു. തീർച്ചയായും ഒരുപക്ഷെ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ 1/2 ഡസനോളം ഗോളിന് സ്പെയിൻ ഇന്നലെ മത്സരം തങ്ങളുടെ പരിധിയിലാക്കിയനെ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാകും തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിൽ ആർക്കും അതിനകത്തൊരു വീണ്ടും വിചാരം മറ്റൊന്നുണ്ടാകില്ല. ആ മത്സരം ഏത് സമയം ഗോൾ വീഴാം എന്നുള്ള ഒരു മത്സരത്തിൻ്റെ പ്രതീതിയായിരുന്നു ആദ്യ പകുതി. പക്ഷേ സ്പെയിനിൻ്റെ എല്ലാം ആ വൻമതിലിൽ തട്ടി, ആ ഡിഫൻസിൻ്റെ വൻമതിൽ, അത് കഴിഞ്ഞാലോ അതിനേക്കാൾ വലിയൊരു മല, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ സ്പെയിനിന്. എങ്ങനെ വിലയിരുത്തുന്നു ശ്രീനാഥ് ആ മത്സരം? സ്പെയിൻ കേപ്പ് വെർദെ മത്സരം തീർച്ചയായും വസീഞ്ഞോ എന്ന ഗോൾ കീപ്പറുടെ പേര് പറഞ്ഞ് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. കാര്യം 27 അറ്റംപ്റ്റാണ് സ്പെയിൻ്റെ ഭാഗത്തുനിന്ന്, മുൻ ലോക ചാമ്പ്യന്മാരുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ആദ്യ ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദയുടെ പോസ്റ്റിലോട്ട്. അതിൽ 7 ഓൺ ടാർജറ്റാണ്. 7 സേവുകളാണ് വസീഞ്ഞോ നടത്തിയിട്ടുള്ളത്. അല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അറ്റ്ലീസ്റ്റ് 6 ഗോളിന് ജയിക്കേണ്ട മത്സരമായിരുന്നു. 7 സേവുകൾ, അതും വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ, അതിമനോഹരമായ ഗോളെന്നുറപ്പിച്ച 7 ഷോട്ടുകൾ സേവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം 40 വയസ്സാണ് എന്നുള്ളതോടെ ഓർക്കണം. കേപ്പ് വെർദെ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കാൻ വരുന്ന ടീമാണ്. ഒരു കുഞ്ഞൻ ആഫ്രിക്കൻ ദ്വീപ് രാജ്യമാണ്. ഒരുപക്ഷെ ഈ ലോകകപ്പിന് ക്വാളിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോലും ഇങ്ങനെ ഒരു രാജ്യമുണ്ടോ എന്ന് തിരിച്ച് ഗൂഗിൾ ചോദിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അവരുടെ ആദ്യത്തെ ലോകകപ്പ് വസീഞ്ഞോ എന്നുള്ള ആ ഗോൾ കീപ്പറുടെ മികവ് ഏറ്റവും പ്രധാനമായിട്ടും അതുകൊണ്ട് മാത്രം അവർ അവിസ്മരണീയമാക്കിയിരിക്കുകയാണ് ആദ്യത്തെ മത്സരം. ഞാൻ പറഞ്ഞു 7 ഷോട്ടുകൾ സേവ് ചെയ്യുന്നു. 7 ഷോട്ടുകൾ എടുക്കുന്നത് ആരാണെന്ന് കൂടെ ഓർക്കണം. സ്പെയിൻ ഇന്നലെ അവരുടെ ഫുൾ ഫ്ലഡ്ജ് ടീമായിരുന്നു. യമാൽ തൊട്ട് യമാൽ, പെഡ്രി, ലാവി, കൊബ്രസോ, കുക്കറില്ല, ഇങ്ങനെ അവരുടെ ഫുൾ ഫ്ലഡ്ജ് ടീം, റോഡ്രി എല്ലാവരും അവർ 5 സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിന്, മിഡിലിന് 2 ടീം. അതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, സ്പെയിനും കേപ്പ് വെർദയും 4-1-2-3 എന്നുള്ള ഫോർമേഷനിലാണ് കളിച്ചത്. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഈ ഫോർമേഷൻ ഒരു ഡബിൾ എൻജിൻ ഫോർമേഷനാണ്. ആവശ്യമെങ്കിൽ ഡിഫൻസിന്, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ അറ്റാക്കിങ്ങിന്, രണ്ടിനും ഒരേ സമയം വേഗം കൂട്ടാവുന്ന, രണ്ടിനും ഒരേ സമയം മൂർച്ച കൂട്ടാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനാണ്. ഈ ഫോർമേഷനിലാണ് 2 ടീമും കളിച്ചത്. സ്പെയിൻ അറ്റാക്ക് ചെയ്തില്ല എന്നൊന്നും ഇന്നലത്തെ മത്സരം കണ്ട ആരും പറയില്ല. അതിഗംഭീരമായ സ്പാനിഷ് അറ്റാക്ക്. എനിക്ക് തോന്നുന്നു ഒരു 75-25 പൊസിഷൻ. മത്സരത്തിൻ്റെ 75% സമയവും ബോൾ കയ്യിൽ വെച്ച സ്വതസിദ്ധമായിട്ടുള്ള സ്പാനിഷ് ശൈലിയിലുള്ള മത്സരം സ്പെയിൻ കളിച്ചു. വെറും 25% മാത്രമാണ് കേപ്പ് വെർദെ ബോൾ കയ്യിൽ വെച്ചത്. പക്ഷേ ഡിഫൻസ് എന്തായിരിക്കണമെന്ന് അവർ ഇന്നലെ കാണിച്ചു തന്നു. ഇന്നിപ്പോൾ രാവിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു ഡയലോഗ്, നമ്മൾ ബസ് പാർക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ട് ഫുട്ബോളിൽ, പക്ഷേ ഇന്നലെ ഒരു ട്രെയിൻ പാർക്കിംഗ് ആണ് കണ്ടത് എന്നുള്ളതായിരുന്നു. അല്ല, എക്സ്പെഷ്യലി ഇന്നലെ മത്സരത്തിൽ നമുക്കറിയാം ടോറസിൻ്റെ ഫ്രീ കിക്ക്, വിദഗ്ധനായ ടോറസിൻ്റെ ഫ്രീ കിക്ക്. അതുപോലെ നമുക്കറിയാം റൂയിസിൻ്റെ സ്പീഡ്, റൂയിസിൻ്റെ ഫിനിഷിങ്. ഇതൊക്കെ എവിടെ പോയി എന്നായിരുന്നു ശരിക്കും ഫുട്ബോൾ പ്രേമികൾ ചോദിച്ച ചോദ്യം. അല്ല, ഇന്നലെ മത്സരശേഷം കേപ്പ് വെർദയുടെ കോച്ചും അവരുടെ ക്യാപ്റ്റനും നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേപ്പ് വെർദയുടെ കോച്ച് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വരവറിയിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രാഥമിക ആവശ്യം. അത് ഞങ്ങൾ ചെയ്തു. ഇങ്ങനെ ഒരു രാജ്യം ഈ
ഭൂമിയിലുണ്ട്, ഈ ഭൂഖണ്ഡത്തിലുണ്ട്, ഞങ്ങൾ ലോകകപ്പ് കളിക്കുന്നുണ്ട് എന്ന് അറിയിക്കണം. സ്വാഭാവികമായിട്ടും അവർക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് കളിക്കാം. കാര്യം അവർക്ക് വരവറിയിച്ചാൽ മതി. ഒരു സമനില പോലും അവർക്ക് വിജയത്തിന് തുല്യമാണ്, പ്രത്യേകിച്ച് സ്പെയിൻ പോലുള്ള രാജ്യവുമായിട്ട്. പക്ഷേ അവരത് ഗംഭീരമായിട്ട് വരവറിയിച്ചു. ഇനി ക്യാപ്റ്റൻ്റെ ഒരു പ്രതികരണം, ഇന്നലെ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഞങ്ങളുടെ ഡിഫൻസിൽ മാത്രമാണ് എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കണം. കാര്യം ഇന്നലെ ഞങ്ങൾ ഡിഫൻസിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് പറയുമ്പോൾ ഇനി ഞങ്ങളുടെയിലുണ്ട്, ആയുധങ്ങൾ ബാക്കിയുണ്ട്, വരുന്ന കളികളിൽ ഞങ്ങളുടെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണാം എന്ന് അദ്ദേഹം ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ വിജയത്തിൻ്റെ കൂടെ ബാക്കപ്പിൽ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, കേപ്പ് വെർദയെ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ശ്രീനാഥ്, നമ്മൾ സാധാരണ ഈ സിംഗിൾ ലൈൻ ഡിഫൻസ് എന്ന് പറയും. ഇന്നലെ കേപ്പ് വെർദയെ നമ്മൾ ഡബിൾ ലൈൻ ഡിഫൻസ്, അതാ ഞാൻ ആ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞത്. അവർ ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ലോകകപ്പിൽ പലപ്പോഴും കാണുന്നതാണ്, ഈ ഒരു കമ്പാരിറ്റീവ്ലി കുഞ്ഞൻ രാജ്യങ്ങളും വലിയ ടീമുകളും കളിക്കുമ്പോൾ ഡിഫൻസിലോട്ട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത്, അങ്ങനെ ആക്ച്വലി അങ്ങനെ ഭയങ്കരമായിട്ട് ഡിഫൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത കളിയല്ല, കൗണ്ടർ അറ്റാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ഡിഫൻസ് ഫോർമേഷൻ, അതാണ് ഞാൻ ആ 4-1-2-3 ഫോർമേഷനെ കുറിച്ച് പറഞ്ഞത്. ആ ഫോർമേഷനിൽ ആവശ്യമുള്ള സമയത്ത് 5ഉം 6ഉം 7ഉം പ്ലെയേഴ്സ് കൃത്യമായി ഡിഫൻസിലോട്ട് വരും. പിന്നീട് നമ്മൾ കണ്ടത് 4-2-3-1 ആയി കണ്ടു. അതായത് 5 പേര് ഡിഫൻസിനോട് 5ഉം 6ഉം ഡിഫൻഡർമാർ ആവശ്യമുള്ള സമയത്ത് കൃത്യമായി ഡിഫൻസിലോട്ട് വരികയും സ്പെയിനെ പോലെ ഒരു ലോകോത്തര മിഡ്ഫീൽഡും ലോകോത്തര ഫോർവേഡ് അറ്റാക്കിംഗ് നിരയുമുള്ള ഒരു രാജ്യത്തെ ഒരു ടീമിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഇനി അതിനെ തകർത്താലും വീണ്ടും ഒസീഞ്ഞോ എന്നുള്ള ആ മനുഷ്യൻ, അതെ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കുന്ന ഒരു രാജ്യം, വളരെ ചെറിയ ജനസംഖ്യയേ ഉള്ളൂ, അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും. പക്ഷേ വെറ്ററനായ ആ 40 വയസ്സുകാരനെ തന്നെ 1-ാം നമ്പർ ഗോൾ കീപ്പറാക്കി എന്തിന് ടീമിലെടുത്തു എന്നുള്ളതിനുള്ള, പക്ഷേ ആ ടീമിൻ്റെ ഒരു ആവേശം തീർച്ചയായും ഈ വസീഞ്ഞോ എന്ന ഗോൾ കീപ്പർ തന്നെയാണ്. മറ്റൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് അവരുടെ കോച്ച് ബോബിസ്റ്റയ്ക്കാണ്. തീർച്ചയായും അദ്ദേഹത്തിന് തീർച്ചയായും ഈ ടീമിനെ വാർത്തെടുക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച അദ്ദേഹത്തിനും ഒരു ഹാറ്റ്സ് ഓഫ് നമ്മൾ തീർച്ചയായിട്ടും നൽകണം. അങ്ങനെ ആദ്യ മത്സരം സമനിലയിൽ അവസാനിക്കുന്നു. സ്പെയിൻ എന്തായാലും ഒരു 2 പോയിന്റ് ഇവിടെ നഷ്ടപ്പെടുത്തി എന്ന് തീർച്ചയായും നമുക്ക് പറയാം. വളരെ പ്രതീക്ഷയോടുകൂടി വന്ന സ്പെയിൻ, അതോടുകൂടി ആ ഗ്രൂപ്പ് മത്സരം ഓപ്പണായി എന്നുള്ളതാണ്. ആർക്കും ഇനി നോക്കൗട്ടിലേക്ക് കടക്കാം. ഇപ്പം കേപ്പ് വെർദയ്ക്കോ സ്പെയിനിനോ മറ്റ് 2 ടീമുകളിലോ ആർക്ക് വേണമെങ്കിലും കടക്കാമെന്നുള്ള ഒരു ഓപ്പൺ സ്റ്റേജിലേക്ക് ഗ്രൂപ്പ് മാറി. രണ്ടാമത്തെ മത്സരം നമ്മൾ ഫുട്ബോളിലെ ശക്തർ എന്ന് എപ്പോഴും പറയുന്ന ബെൽജിയം എന്ന് പറഞ്ഞാൽ ദേഹം കൊണ്ട് കളിക്കുന്ന ഒരു ടീം, റെഡ് ഡെവിൾസ് എന്ന് തന്നെ പറയണം. ദേഹം കൊണ്ട് കളിക്കുന്നവരാണ്. ബെൽജിയത്തിനും ഇന്നലെ ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിനോട് തീർച്ചയായും സമനില വഴങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ നമുക്കറിയാം ഡി ബ്രൂവിൻ്റെയൊക്കെ അവസാന ലോകകപ്പായിരിക്കാൻ സാധ്യതയുള്ള മത്സരം. അതുപോലെ തന്നെ ലുക്കാക്ക എന്ന ആ മനുഷ്യൻ്റെ ഒരു സാന്നിധ്യം ഇന്നും അദ്ദേഹത്തിൻ്റെ നാളുകൾ നമ്മൾ തീർച്ചയായും ഓർക്കുന്നുണ്ട്, മുമ്പ് പഴയ കളികളെല്ലാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അതുവരെ ഒരു ഗോളിന് പിന്നിട്ട് നിന്നു. ഈജിപ്റ്റ് കളിക്കെതിരെ നേടിയ ഒരു ഗോളാണ്, അല്ലെങ്കിൽ ഗതിക്കെതിരെ നേടിയ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന ഈജിപ്തിന് ലുക്കാക്ക വന്ന് 67-ാം മിനിറ്റിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു ഓൺ ഗോൾ. കഷ്ടം, ഹാനിക്കത് ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. ഒരു വിജയം പോയി. അങ്ങനെയുള്ള ഒരു സെൽഫ് ഗോളിന് ബെൽജിയം സമനില നേടുന്നു. ഇല്ലെങ്കിൽ ബെൽജിയത്തിൻ്റെ കഥ ഇന്നലെ അവസാനിച്ചത്. ഒന്നാമത് ഗ്രൂപ്പ് ഓപ്പണാണ്. അപ്പോൾ തോറ്റുപോയാൽ ഇന്നലെ ആ ടീമിൻ്റെ ചാൻസ് പോയി. അങ്ങനെ തടി തപ്പിയ ഒരു മത്സരമായിരുന്നു ബെൽജിയം ഈജിപ്റ്റ് മത്സരം. ഗ്രൂപ്പ് ജിയിൽ ആ മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ബെൽജിയം ഈജിപ്ത് മത്സരം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു 2 തുല്യ ശക്തികൾ തമ്മിലുള്ള മത്സരമായിട്ടാണ് തോന്നിയത്. തീർച്ചയായും ഒരു വശത്ത് ഡി ബ്രൂയിനും ലുക്കാക്കൊക്കെ ഉണ്ടെങ്കിൽ മറുവശത്ത് മുഹമ്മദ് സലാ എന്നുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കർ ഈജിപ്ഷ്യൻ നിരയിലുണ്ട്. ആദ്യ അവസാനം ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ച് കളിച്ച മത്സരം തന്നെയാണ്. പക്ഷേ അവിടെയും നമുക്കൊരു ഗോൾ കീപ്പറുടെ പേര് പറയാതിരിക്കാനാവില്ല. മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഗോൾ കീപ്പർ. എനിക്ക് തോന്നുന്നു അദ്ദേഹവും ഇന്നലെ 7-8 ഇപ്പുറത്ത് കർട്ടിസ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്. ഇന്നലെ സുബൈറിൻ്റെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഈജിപ്തിനെ വളരെയധികം പിന്തുണച്ചിട്ടുണ്ട്. പിന്നെ ലുക്കാക്കോൻ്റെ കാര്യം തീർച്ചയായും ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുന്നു. ബെൽജിയം പോലൊരു ടീം ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുന്നു. മത്സരം രണ്ടാം പകുതി സമയം. അതെ, മത്സരം അതിൻ്റെ അവസാന സമയത്തിലേക്ക് അടുത്തിട്ട് പോലും ഒരു മറുപടി ഗോൾ നേടാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ നിസ്സഹായാവസ്ഥയിലായിരുന്നു ഏറെക്കുറെ ബെൽജിയം.
ഓൺ ഗോൾ ആണെങ്കിൽ പോലും, ഹാനിയുടെ ഒരു ഓൺ ഗോൾ ആണെങ്കിൽ പോലും ആ ഓൺ ഗോൾ പിറക്കാനുണ്ടായ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ലുക്കാക്കു എന്നുള്ള കരുത്തനായ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, കരുത്തനായ അതികായനായിട്ടുള്ള ഒരു അറ്റാക്കറാണ്. ലുക്കാക്കുവിൻ്റെ ഒരു ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്സിങ്, അല്ലെങ്കിൽ ആ ഗോളിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ഇട്ടൊരു എഫേർട്ടിന് ഭയങ്കരമായിട്ടുള്ള ഒരു പങ്ക് ആ ഗോളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വളരെ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ നല്ല ഫോമിൽ കളിക്കുന്ന സുബേരി എന്നുള്ള ഗോൾ കീപ്പർക്ക് സേവ് ചെയ്യാവുന്ന ഒരു പാസ്സായിരുന്നു അത്. ലുക്കാക്കിൻ്റെ എഫർട്ട് കൊണ്ട് തന്നെയാണ് ഒരു ഹാർഡായിട്ടുള്ള ഒരു ക്ലിയറൻസിലേക്ക് ഈജിപ്ഷ്യൻ താരങ്ങൾക്ക് പോകേണ്ടി വന്നത്. അതിനിടയിൽ നിർഭാഗ്യകരമായിട്ട് അത് ഒരു ഓൺ ഗോളായിട്ട് മാറിയത്. തീർച്ചയായിട്ടും ലുക്കാക്കിൻ്റെ എഫേർട്ട് ഗംഭീരം തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടെ പറയണം. ഇന്നലെ ബെൽജിയത്തിൻ്റെ 2 ഷോട്ട് പോസ്റ്റിലിടിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. ഒന്ന് നമ്മുടെ സാക്ഷാൽ ബ്രിയോണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീ കിക്ക് പോസ്റ്റിലിടിച്ച് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഡോക്കുവിൻ്റെയും കിക്ക്, അല്ലെങ്കിൽ ഡോക്കുവിൻ്റെയും ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോസ്റ്റിൽ തട്ടിപ്പോകുന്നു. ഒരുപക്ഷെ ഭാഗ്യവും ഇന്നലെ ഈജിപ്തിന് തുണച്ചു എന്ന് തീർച്ചയായും ഭാഗ്യം തുണച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഓൺ ഗോൾ ഉണ്ട്, നിർഭാഗ്യം എന്ന് ആ ഓൺ ഗോൾ മാത്രമാണ് പിന്നെ അത് നിർഭാഗ്യമായി മാറിയത്. അതിനുശേഷമാണ് സൗദി അറേബ്യ ഉറുഗ്വേ മത്സരം വന്നത്. ഒരുപക്ഷെ നല്ല ആവേശത്തോടെ തുടങ്ങിയ ഒരു മത്സരം. നമ്മൾ കാണുമ്പോൾ തന്നെ ഉറുഗ്വേയുടെ അറ്റാക്കോടുകൂടി മത്സരം ആരംഭിക്കുന്നു. എനിക്ക് തോന്നുന്നു ആദ്യ ലോകകപ്പ് നേടിയ ആ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് കാട്ടിത്തരുന്ന മത്സരം. ആ മത്സരത്തിൽ 7-ാം മിനിറ്റിൽ നല്ലൊരു അറ്റാക്ക് നടക്കുന്നു, പക്ഷെ അത് ഗോളാക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷം സൗദി അറേബ്യയുടെ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. കുറേ സമയത്തേക്ക് സൗദി അറേബ്യ കളം നിറഞ്ഞ് കളിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ഏത് സമയവും ഗോൾ നേടാം എന്നുള്ള ഒരു തോന്നലും, പ്രത്യേകിച്ച് 1-2 പ്ലെയേഴ്സിനെ നമ്മൾ എടുത്ത് പറയണം. അൽ ഹാർബി വളരെ നന്നായിട്ട് കളിച്ചു. അതുപോലെ അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹവും വളരെ നന്നായിട്ട്, ദവ്സാരിയും വളരെ നന്നായിട്ട് ടീമിനെ തുണച്ചു എന്ന് പറയണം. 41-ാം മിനിറ്റിലാണ് ഗോൾ നേടുന്നത്. അത് അൽ അംരി ആദ്യ ഗോൾ നേടുന്നു. തൻ്റെ, എനിക്ക് തോന്നുന്നു, ഇൻ്റർനാഷണൽ മത്സരങ്ങളിലെ ആദ്യ ഗോൾ അദ്ദേഹം നേടുന്നു. ഒപ്പം സൗദി അറേബ്യയെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷമാണ് 80-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു മറുപടി ഗോളിന് വേണ്ടിയിട്ട്. അതുവരെ സൗദി എന്തായാലും പിടിച്ചു നിന്നു എന്ന് തീർച്ചയായും പറയാം. 80-ാം മിനിറ്റിൽ പക്ഷെ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ ഒരു ഹെഡർ ഗോൾ വരുന്നു. 20-ാം നമ്പർ ആർജോയുടെ തലയിൽ നിന്ന് വന്ന ആ ഗോൾ. ആ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത് ശ്രീനാഥ്? സൗദിയെ നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി തുടങ്ങിയ ടീമാണ്. എനിക്ക് തോന്നുന്നു ഈ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്ക് എപ്പോഴും ഒരു ഭീഷണി ഉയർത്തുന്ന ടീമാണ് സൗദി. ഇന്നലത്തെ മത്സരം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ നേരത്തെ പറഞ്ഞ ബോൾ പൊസിഷൻ ആണെങ്കിൽ ഉറുഗ്വേ സ്വാഭാവികമായിട്ടും ലാറ്റിൻ അമേരിക്കൻ ശൈലിയിൽ തന്നെ ബോൾ കയ്യിൽ വെച്ച് ഏകദേശം ഒരു 80% സമയം ഉറുഗ്വയുടെ കയ്യിൽ തന്നെയായിരുന്നു പന്ത്. സൗദി അറേബ്യയ്ക്ക് ബോൾ വളരെ ചുരുക്കമാണ് കിട്ടിയത്. എന്നാൽ ആ 41-ാം മിനിറ്റിൽ, കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ നേടിയ ഒരു ലീഡ് നിലനിർത്താൻ അവർക്ക് കൃത്യമായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സാധനം. 2-ാം പകുതി പക്ഷേ മത്സരം മാറി. 2-ാം പകുതി ആക്രമിച്ച് കളിക്കുന്ന ഉറുഗ്വയാണ് കണ്ടത്. അവിടെയോട് വരവോടുകൂടി തീർച്ചയായും ആ ആക്രമണത്തിന് മൂർച്ച കൂടി. തീർച്ചയായും അവിടെയും നമ്മളൊരു ഗോൾ കീപ്പറുടെ പേര് പറഞ്ഞേ പറ്റൂ. മുഹമ്മദ് അൽ ഒവൈസി എന്ന് പറയുന്ന ലോകകപ്പിലും മികച്ച, അദ്ദേഹത്തിൻ്റെ 2-ാം ലോകകപ്പാണ്. അലോവൈസി ഇന്നലെ എനിക്ക് തോന്നുന്നു 8ഓളം സേവുകളാണ്, 10 ഓൺ ടാർജറ്റ് 27 അറ്റാക്കുകളാണ് ഉറുഗ്വേ നടത്തിയത്. അതിൽ 10 ഓൺ ടാർജറ്റാണ്. ഈ 10 9 അലോവൈസി സേവ് ചെയ്തു എന്നുള്ളതാണ്. ആകെ ഒരു തവണ മാത്രമാണ് ഉറുഗ്വേക്ക് അദ്ദേഹത്തെ മറികടക്കാൻ പറ്റിയത്. അതുകൊണ്ട് മാത്രം ഒരു സമനില നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ആദ്യം ശ്രീമാനേടം പറഞ്ഞു തന്നെയാണ്, ഇന്നലത്തെ ഒരു ദിവസം ഗോൾ കീപ്പർമാരുടെ ദിവസമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. സൗദി പറയുന്നത് പോലെ അട്ടിമറികൾക്ക് കരുത്തുള്ള ടീമാണ്. കഴിഞ്ഞ തവണ അർജന്റീന അട്ടിമറിച്ചു, ഇത്തവണ ഈ ഒരു ഡ്രോ ഉറുഗ്വേ വിറപ്പിച്ചു. ഇനി ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിലുള്ള തീർച്ചയായും സൗദി ആരെ വേണമെങ്കിൽ അട്ടിമറിക്കാം. സൗദിയെ നമുക്ക് റൗണ്ട് ഓഫ് 32-ലോ റൗണ്ട് ഓഫ് 16-ലോ ഒക്കെ പ്രതീക്ഷിക്കാം. ഏഷ്യൻ ഫുട്ബോളിൻ്റെ ഏഷ്യൻ പ്രാതിഥ്യമായിട്ട് നമ്മൾ ജപ്പാൻ്റെ കളി കഴിഞ്ഞ ദിവസം കണ്ടു. ജപ്പാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജപ്പാനെ പോലെ തന്നെ വേണമെങ്കിൽ റൗണ്ട് ഓഫ് 32-ലോ റൗണ്ട് ഓഫ് 16-ലോ ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഘമാണ് സൗദി അറേബ്യ. തീർച്ചയായും രാവിലത്തെ മത്സരം, അവസാനത്തെ മത്സരം, ഒരുപക്ഷെ ആ മത്സരമായിരുന്നു ഈ ലോകകപ്പിൽ കുറച്ച് നിലവാരം ഉണ്ടായിരുന്ന ഒരു മത്സരം. ഇറങ്ങിയും കയറിയും 2 ഗോൾ മുഖത്തും അറ്റാക്ക് നടക്കുന്ന ഒരു മത്സരം.
ന്യൂസിലാൻഡും ഇറാനും തമ്മിലുള്ള മത്സരം. മറ്റൊരു ഏഷ്യൻ രാജ്യമായ ഇറാൻ, തീർച്ചയായും അവരും അവരുടെ വരവ് അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം. തീർച്ചയായും എനിക്ക് അതൊരു സമനില അവസാനിച്ച മത്സരമാണെങ്കിൽ പോലും ഇറാന് ഞാനൊരു പോയിന്റ് കൂടുതൽ കൊടുക്കും. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു ഇറാൻ ഏത് സാഹചര്യത്തിലാണ് ഈ ലോകകപ്പ് കളിക്കാൻ വരുന്നത്, അമേരിക്കയിൽ എത്തിയതിനു ശേഷം അവർ നേരിട്ട അവസ്ഥകൾ എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചു. ആ അവസരത്തിൽ ന്യൂസിലാൻഡിനെ പോലെ കരുത്തരായ ഒരു ടീമുമായിട്ടൊരു സമനില ഇറാൻ നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ പറയേണ്ടത് അവർക്ക് അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇല്ല. അതെ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇല്ല. അവരുടെ ക്യാപ്റ്റൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഏകദേശം ഒരു 10 മണിക്കൂറോളമുള്ള ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷമൊക്കെയാണ് വരുന്നത്. മാത്രമല്ല ഒരു രസമുള്ള കംബാക്കിൻ്റെ മത്സരമായിരുന്നു. ആദ്യം ഇറാൻ ലീഡ് എടുക്കുന്നു, ന്യൂസിലാൻഡ് തിരിച്ചു വരുന്നു. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ന്യൂസിലാൻഡ് ഈ മത്സരം വിസിൽ തുടങ്ങിയത് മുതൽ അറ്റാക്കിലോട്ട് പോകുന്ന അതിലവർ ലക്ഷ്യം കാണുകയും ചെയ്തു. ആദ്യത്തെ 7-ാം മിനിറ്റിൽ ഒരു ഗോൾ നേടി. 7-ാം മിനിറ്റിൽ നേടിയ ഗോൾ തിരിച്ച് ഈ 1-ാം പകുതി അവസാനിക്കുന്നവരെ ഏകദേശം കാത്തിരിക്കേണ്ടി വന്നു ഇറാൻ. പക്ഷെ അതിനുശേഷം ഇറാൻ 2-ാം പകുതിയിൽ ഇറാൻ മെച്ചപ്പെട്ട പ്രകടനം നടത്തി. ഒരു പക്ഷേ ഇപ്പോൾ ശ്രീനാഥ് പറഞ്ഞതുപോലെ ഒരു പോയിന്റ് അഡീഷണൽ നമ്മൾ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കാണികളെ അത്രമേൽ ആവേശത്തിലാക്കിയ ഒരു 2-ാം പകുതിയായിരുന്നു അത്. ഏത് നിമിഷവും ഇറാൻ ഗോൾ നേടാം, അല്ലെങ്കിൽ ഏത് നിമിഷവും ലീഡിലേക്ക് പോകാം എന്നുള്ള ഒരു തോന്നലിലാണ് ഇറാൻ ന്യൂസിലാൻഡ് മത്സരം അവസാനിക്കുന്നത്. ന്യൂസിലാൻഡ് ഒരു പ്ലെയറിനെ തീർച്ചയായും എടുത്തു പറയണം, ജസ്റ്റ് ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലെയർ എപ്പോഴും ഒരു ടീമിന് ശരിക്കും ഒരു അധിക മുതലാണ്. തീർച്ചയായും അതിൻ്റെ ഒരു പര്യായമായി മാറി ജസ്റ്റ് ഇന്നലെ. തനിക്ക് ലഭിച്ച 2 അവസരം അത് രണ്ടും കൃത്യമായി നിറയൊഴിച്ച് ലീഡിലേക്ക് കൊണ്ടുവന്നു ന്യൂസിലാൻഡിനെ. പക്ഷേ വർദ്ധിത വീര്യത്തോടെ കളിച്ച ഇറാനാണ് ഇന്നലെ ശരിക്കും കളിക്കളം കീഴടക്കിയത് എന്ന് പറയാതിരിക്കാൻ ഇല്ല. ഇനി വരും മത്സരങ്ങളെ കുറച്ചുകൂടി നമുക്കൊന്ന് സ്പർശിക്കണം. തീർച്ചയായും ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ 4 മത്സരങ്ങൾ അതിശക്തമായ മത്സരങ്ങളായിരുന്നു. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആദ്യ മത്സരം എന്ന് പറയുന്നത് അർജൻറ്റീനയുടെ മത്സരമാണ്. ബുധനാഴ്ച അർജൻറ്റീന കളിക്കളത്തിൽ ഇറങ്ങുന്നു. ലോക ചാമ്പ്യന്മാർ, മെസ്സി എന്ന മിശിഹ ഫുട്ബോളിൻ്റെ അങ്ങനെയുള്ള ഒരു ടീം മത്സരിക്കാൻ ഇറങ്ങുന്നു. അൾജീരിയയാണ് അവരുടെ എതിരാളികൾ. എങ്ങനെ കാണുന്നു ആ മത്സരം? ഞാൻ ഒരിക്കലും അതൊരു 1 സൈഡഡ് മത്സരമാവുന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിലും കണ്ടതാണ്, സൗദിയെ പോലെ ടീം വന്നാണ് അർജൻറ്റീനയെ പരാജയപ്പെടുത്തിയത്. ഇത് വേൾഡ് കപ്പാണ്, ഏതെങ്കിലും ഒരു സാധാരണ ടൂർണമെൻറ്റ് വേൾഡ് കപ്പാണ്. അതുകൊണ്ട് ആരും നമ്മൾ വെറുതെ കുഞ്ഞന്മാരെന്നൊക്കെ പറയുമെങ്കിൽ പോലും ആരും കുഞ്ഞന്മാരൊന്നുമല്ല. പക്ഷേ സ്വാഭാവികമായിട്ട് അർജൻറ്റീനയ്ക്ക് ഒരു എഡ്ജുണ്ട്, ഉറപ്പാണ്. നിലവിലെ ചാമ്പ്യന്മാരാണ്. മെസ്സി അടക്കമുള്ള എല്ലാ കളിക്കാരും മികച്ച ഫോമിൽ കളിക്കുന്നു എന്നുള്ള പോസിറ്റീവാണ്. കഴിഞ്ഞ ഇപ്പോൾ സന്നാഹ മത്സരങ്ങളാണെങ്കിലും അതിനു മുമ്പ് നടത്തിയ ഫ്രണ്ട്ലീസ് ആണെങ്കിലും എല്ലാം വിജയിച്ച് തന്നെ വരുന്നു എന്നുള്ളതൊരു പോസിറ്റീവാണ്. പിന്നെ ലയണൽ സ്കലോണി എന്നുള്ള ഭാവനാസമ്പന്നനായിട്ടുള്ള കോച്ചിൻ്റെ സാന്നിധ്യം, അദ്ദേഹം പുതിയ ആയുധങ്ങൾ എന്തൊക്കെയാണ്, പുതിയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. അതെ, തീർച്ചയായും സ്കലോണി. ഈ അൾജീരിയയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അർജൻറ്റീന അൾജീരിയ ആയതുകൊണ്ട് ഹെഡ് ടു ഹെഡ് ഹിസ്റ്ററി ഇല്ല. ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് 2 ടീമുകളും ആഫ്രിക്കൻ രാജ്യമാണ് ഒരുമിച്ച് കളിക്കുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ മുൻ ചാമ്പ്യന്മാരോട് കളിക്കുന്നു എന്നുള്ള ഒരു സ്ട്രെസ്സിലും സ്ട്രെയിനിൽ അവർക്ക് കളിക്കാം, അല്ലെങ്കിൽ വളരെ റിലാക്സ് കളിക്കാം. അവർക്ക് ആത്മവിശ്വാസം മുൻ ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്തിയ എന്ന ടീം അല്ല, അവർക്ക് കോൺഫിഡൻസ് ലെവൽ കുറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇതിനു മുമ്പ് നടന്ന ഫ്രണ്ട്ലീസിൽ അവർ ഹോളണ്ടിനെ തോൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ആഫ്രിക്കയിൽ വൻപൻ പ്രകടനം കാഴ്ച മൊറോക്കോ ആയിട്ട് അവർ ഡ്രോ എടുത്തു. അപ്പോൾ മികച്ച പ്രകടനം സമീപകാലത്ത് കാഴ്ചവെച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അൾജീരിയയ്ക്ക് വേണമെങ്കിൽ കഴിഞ്ഞ സന്നാഹ മത്സരത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് പരിശോധിച്ചാൽ ലൂക്കാ ഡാസ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ മഹാനായ ഫുട്ബോളർ സിനദിൻ സിദാൻ്റെ മകനാണ്. അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച ഫോമിൽ കളിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അല്ല, അതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന പേര് അല്ലേ, ഒരു പാരമ്പര്യ ഫുട്ബോളുകാരൻ്റെ മകൻ. അതെ, ലൂക്കാ സിദാൻ എന്നുള്ള പേര് വീണ്ടും ലോക ഫുട്ബോൾ വേദിയിൽ ഉയർന്നു കേൾക്കുന്ന അത് വളരെ സുഖമുള്ള, എനിക്ക് പേഴ്സണലി വളരെ സുഖമുള്ള ഒരു കാര്യമാണ് സിദാൻ എന്നുള്ള പേര്. ഫുട്ബോളർ അല്ലേ. അപ്പോൾ തീർച്ചയായും അർജന്റീനയുടെ മത്സരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ഏകപക്ഷീയമാവാത്ത ഇഞ്ചോടിഞ്ച് ഇപ്പോൾ ഈ ഇന്നലത്തെ മത്സരങ്ങളെ പോലെ 1-1 എന്നൊക്കെ ഈ ഒരു മത്സരമാവട്ടെ, അങ്ങനെയല്ലേ കളി തരേണ്ടത്, ആസ്വദിക്കേണ്ടത് അങ്ങനെയാണ്. തീർച്ചയായും. ആദ്യ മത്സരം ഫ്രാൻസാണ്. ഫ്രാൻസ് മറ്റൊരു ആഫ്രിക്കൻ കൺട്രിയെ നേരിടുന്നു, സെനഗലിനെ.
ഈ ആഫ്രിക്കൻ കൺട്രി നമ്മൾ എടുത്തു പറയാൻ കാര്യം ഇവരെപ്പോൾ വേണമെങ്കിലും ഡാർക്ക് ഹോഴ്സസ് ആവാം. തീർച്ചയായും. അതുകൊണ്ടാണ് അവർ ഫ്രാൻസിനെ നന്നായിട്ട് അറിയാം. ഫ്രാൻസിനെ അത് നന്നായിട്ട് അറിയാം. അതെ, ഫ്രാൻസിന് തീർച്ചയായിട്ടും അടികൊണ്ടവരാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അറിയാം. അങ്ങനെ ഫ്രാൻസ് സെനഗലിനെ നേരിടുമ്പോൾ ആർക്കായിരിക്കും എഡ്ജ്? ഫ്രാൻസ് സെനഗൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിലേക്ക് വരുന്ന 2002 നിർണായക മത്സരം. ഒരു ഗോളിനുള്ള പരാജയം ഏറ്റുവാങ്ങിയിട്ട് ഫ്രാൻസിന് ആ ലോകകപ്പ് നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം ആദ്യമായിട്ടാണ് ഫ്രാൻസും സെനഗലും പ്രധാന മത്സരം നേർക്കുനേർ വരുന്നത്. അത് നിർണായകമാണ്. തീർച്ചയായും ഫ്രാൻസിന് എഡ്ജുണ്ട്. കാര്യം ഫ്രാൻസിൻ്റെ എംബാപ്പെ അടക്കമുള്ള താരങ്ങളെല്ലാം വളരെ ഫോമിൽ കളിക്കുന്നു. ഇതിന് തൊട്ട് മുൻപ് നടന്ന ഈ ലോകകപ്പിന് തൊട്ട് മുൻപ് നടന്ന ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു എഡ്ജ് ഫ്രാൻസിനുണ്ടെന്ന് പറയുമ്പോൾ പോലും സന്നാഹ മത്സരത്തിൽ ഐവറി കോസ്റ്റിനോട് തോൽവി വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു നിരാശ ഉണ്ടാക്കുന്നുണ്ട്. ശക്തമായ മത്സരം തന്നെയായിരിക്കും. ഇപ്പുറത്ത് വേണമെങ്കിൽ സെനഗൽ ഇതിനു മുമ്പ് നടന്ന ഫ്രണ്ട്ലിയിൽ ഇപ്പോൾ സൗദി എന്താണെന്ന് ഇന്നലെ നമ്മൾ കണ്ടു. സൗദിയോട് ഒരു സമനില സെനഗൽ നേടിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ, കേപ്പ് വെർദെ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ പോസിറ്റീവായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇത്തവണ ആഫ്രിക്കയിൽ നിന്ന് അവിടുത്തെ ഏറ്റവും കരുത്തരായ കാമറൂണോ നൈജീരിയയോ ഒന്നും ഇല്ല. അത്രയും കരുത്തുള്ള ടീമുകളെയൊക്കെ പരാജയപ്പെടുത്തി യോഗ്യതാ റൗണ്ട് പൂർത്തീകരിച്ചിട്ടാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്, പുതിയ എൻട്രി അടക്കം. അപ്പോൾ അതിലൊന്ന് സെനഗലാണ്. മാത്രമല്ല വളരെ പരിചയസമ്പന്നരായ പ്ലേയേഴ്സ് ഉണ്ട്. ലോകകപ്പ് അവർക്ക് ആദ്യത്തെ വേദിയല്ല. അതുകൊണ്ട് സെനഗലിനെ തള്ളിക്കളയാൻ ചരിത്രം നോക്കിയാൽ ചരിത്രവും വർത്തമാനവും എല്ലാം സെനഗലിനോടൊപ്പം ഉണ്ട്. സാധനമാണ്. ഫ്രാൻസ് കുറച്ച് ബുദ്ധിമുട്ടും. നമ്മൾ രണ്ടുപേരെ പേര് പറഞ്ഞു, മെസ്സി, എംബാപ്പെ. മറ്റൊരു അതികായൻ നാളെ വീണ്ടും ഇറങ്ങുന്നു. തീർച്ചയായും അല്ലേ? 3 മിന്നും താരങ്ങളുടെ ഒരു പ്രസൻസ് കൊണ്ടാണ് നാളത്തെ ലോകകപ്പ് അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളത്തെ ലോകകപ്പിൻ്റെ ദിവസം. അത് മറ്റാരുമല്ല, CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. ഒരുപക്ഷെ ഈ വർഷമെങ്കിലും തനിക്ക് കപ്പ് പോർച്ചുഗലിന് നേടിക്കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യവുമായി ഈ ഫുട്ബോളിൻ്റെ അവസാന കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ. അവസാന ലോകകപ്പ് ആവാൻ തീർച്ചയായും നല്ല സാധ്യതയുണ്ട് ഈ 3 പേർക്കും. പ്രത്യേകിച്ച് ഇനി ഒരാളോട് നമ്മൾ നേരത്തെ പറഞ്ഞു, നെയ്മർ. തീർച്ചയായും ഇവർക്കെല്ലാം, നെയ്മറിനെ നമ്മൾ ഇനിയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇവർക്കെല്ലാം അവസാനത്തെ ലോകകപ്പായിരിക്കും. അങ്ങനെ പോർച്ചുഗലും നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. കോങ്കോ എന്ന പുതിയ നവാഗതരാണ് അവരുടെയും എതിരാളി. ഈ നവാഗതർ എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഇപ്പോൾ കേപ്പ് വെർദെ ആയാലും ഇനി ഉസ്ബെക്കിസ്ഥാനായാലും ജോർദനായാലും ഒക്കെ പേടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കേപ്പ് വെർദെ അങ്ങനെയാണ് കളിച്ചത്. തീർച്ചയായും. അപ്പോൾ അതുപോലെ അതേ ഒരു നിലവാരത്തിൽ വരുന്ന കോങ്കോയാണ് പോർച്ചുഗലിൻ്റെ എതിരാളി. പിന്നെ 2 മത്സരം, ഇറാഖ് നോർവേയുമായി മത്സരിക്കുന്നു, ആസ്ട്രിയ ജോർദനുമായിട്ട് മത്സരിക്കുന്നു. ജോർദൻ്റെ ആദ്യ മത്സരം. ഈ 4 മത്സരങ്ങളുടെയും കളിയുടെ വിശകലനവുമായി നമ്മൾ നാളെ എത്തും. കാത്തിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ഫുട്ബോൾ കളി ആശംസിക്കുന്നു.